ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് ലോർഡ്സിൽ ആരംഭിച്ചിരിക്കുകയാണ്. രണ്ട് ടീമും ഓരോ മാറ്റങ്ങളുമായിട്ടാണ് മൂന്നാം ടെസ്റ്റിന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യ പ്രസീദ് കൃഷ്ണയെ മാറ്റി നിർത്തി ബുംറയെ തിരിച്ചു കൊണ്ടുവന്നു. ഇംഗ്ലണ്ട് ജോഷ് ടങ്കിനെ മാറ്റി നിർത്തി ജോഫ്ര ആർച്ചറെയാണ് തിരിച്ചത്. ജോഫ്ര ആർച്ചർ കുറേ നാളിന് ശേഷം പരിക്കിന് ശേഷം ആദ്യമായി വീണ്ടും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് യൂണിറ്റ് കുറച്ച് സ്ട്രോങ് ആയിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് പതിവ് പോലെ മൂന്നാം ടെസ്റ്റിലും ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ തന്നെയാണ് ടോസ് വിജയിച്ചത്. കഴിഞ്ഞ രണ്ട് ടെസ്റ്റിലും ടോസ് നേടി ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ പക്ഷേ ലോർഡ്സ് ടെസ്റ്റിൽ സ്വയം ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബെൻ സ്റ്റോക്സിൻ്റെ തീരുമാനങ്ങൾ ശരിവെച്ചുകൊണ്ട് ക്രൗലിയും ബെൻ ഡക്കറ്റും പതുക്കെ ഇനി ഇംഗ്ലണ്ടിൻ്റെ സ്കോർ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആക്രമിച്ച് കളിക്കാതെ പ്രതിരോധിച്ച് കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇംഗ്ലണ്ട് ഇന്നിങ്സ് 43 റൺസ് എടുത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി തൻ്റെ ആദ്യ ഓവർ എറിയാമെന്ന നിതീഷ് കുമാർ റെഡ്ഡി മൂന്നാമത്തെ ബോളിൽ ബെൻ ഡക്കറ്റിനെ ഋഷഭ് പന്തിൻ്റെ കൈകളിൽ എത്തിച്ചുകൊണ്ട് ആദ്യ പുഞ്ചിരി ഇന്ത്യക്ക് സമ്മാനിച്ചു. അഞ്ചാമത്തെ ബോളിൽ ക്രൗലിയും പുറത്താക്കി ഇരട്ട പ്രഹരമാണ് ഇംഗ്ലണ്ടിന് നിതീഷ് കുമാർ റെഡ്ഡി നൽകിയത്. തുടർന്ന് അങ്ങോട്ട് ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സിലെ രണ്ട് മികച്ച ബാറ്റ്സ്മാൻമാരായ ജോ റൂട്ടും ഓലി പോപ്പും അവിടെ നിന്ന് പതുക്കെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ഓലി പോപ്പ് 44 റൺസ് എടുത്ത് പുറത്തായി. ബുംറയ്ക്കും ആകാശ്ദീപിനും തുടക്കത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഓലിപ്പോപ്പിനെ രവീന്ദ്ര ജഡേജ ഔട്ടാക്കി. ബെൻ ഡക്കറ്റിനെ ഹാരി ബ്രൂക്കിനെ ബുംറ ബൗൾഡാക്കി. അങ്ങനെ 4 വിക്കറ്റാണ് ഇംഗ്ലണ്ടിന് ഒന്നാം ദിവസം നഷ്ടമായത്. 251 റൺസാണ് ഇംഗ്ലണ്ട് ആദ്യ ദിവസം നേടിയിരിക്കുന്നത്. നിലവിൽ ക്രീസിലുള്ളത് 99 റൺസുമായി ഇംഗ്ലണ്ടിൻ്റെ വിശ്വസ്ത ബാറ്റ്സ്മാൻ ജോ റൂട്ടും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് 39 റൺസുമായും പുറത്താകെ നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേസ് ബോളിംഗ് പിച്ചാണ്. ബുംറ ഒരു വിക്കറ്റ് നേടിയെങ്കിലും ആകാശ്ദീപിനോ മുഹമ്മദ് സിറാജിനോ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാം ദിവസം തുടക്കത്തിൽ കുറച്ച് വിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ മുൻകൈ നേടാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടാം ദിവസത്തെ വിശേഷങ്ങളുമായി. ബൈ ഫ്രണ്ട്സ്.